അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അതിഥിയാകുന്ന ശഹ്റു റമളാൻ നമ്മിലേക്ക് കടന്നു വരികയായി. നാം എല്ലാവരും മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ ശഹ്റു റമളാൻ. അള്ളാഹുവിന് 1000 സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ അൽഫമറ. അള്ളാഹുവിന് എത്ര സ്തുതികൾ അർപ്പിച്ചാലും മതിയാവുകയില്ല. ഒരിക്കൽ കൂടി പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് വന്നപ്പോൾ അതിനെ സാക്ഷികളാകുവാനും സാന്നിധ്യമരുളുവാനും അതിനെ സ്വീകരിക്കാനുമൊക്കെ അള്ളാഹു ഒരിക്കൽ കൂടി നമ്മുടെ ആയുസ്സിൽ അവസരം തന്നിരിക്കുകയാണ്. അള്ളാഹു ഇനിയും ഒരുപാട് ധാരാളം ശഹ്റു റമളാനുകൾക്ക് സാക്ഷികളാകാൻ ആഫിയത്തോടെ ആരോഗ്യത്തോടെ നോമ്പുകൾ മുഴുവൻ പിടിച്ചു വിടാനും നമുക്ക് ഒരുപാട് അവസരങ്ങൾ അള്ളാഹു നമ്മുടെ ആയുസ്സിൽ നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ശഹ്റു റമളാനിൽ നമ്മൾ ചെയ്യുന്ന നിർബന്ധമായൊരു കടമയാണ് പകൽ സമയം നോമ്പ് പിടിക്കുക എന്നുള്ളത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അവൻ്റെ തൃപ്തിക്ക് വേണ്ടി വിശ്വാസികളായ നിലയിൽ നോമ്പ് പിടിക്കുക എന്നുള്ള നമ്മുടെ നിർബന്ധമായ കടമയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, സഹോദരങ്ങളെ, ഒരു വർഷം മുഴുവൻ നോമ്പ് പിടിച്ചാലും റമളാനിൻ്റെ ഒരു നോമ്പിന് പകരമാവുകയില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയും. ഇത്രത്തോളം പ്രതിഫലാർഹമാണ് ശഹ്റു റമളാനിലെ ഒരു നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പ് നമ്മൾ പിടിച്ചാൽ ഒരു വിശ്വാസിയുടെ റമളാൻ മാസത്തിൽ പിന്നെ ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത്. പരിശുദ്ധ റമളാനിൻ്റെ രാത്രിയിലെ നമസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ഒരു വിശ്വാസി കഴിഞ്ഞുപോയ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, മലപോലത്തെ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെയും പൊറുക്കപ്പെടാൻ പര്യാപ്തമായ ഒരു നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ റമളാനിൻ്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ, അതായത് തറാവീഹ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ കഴിഞ്ഞുപോയ കാലത്തിലെ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, തമാശയ്ക്ക് പോലും. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒന്നും നമുക്ക് അറിയിച്ചു തന്നിട്ടുമില്ല. അങ്ങനത്തെ പ്രവാചകൻ സകല പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു നിസ്കാരമാണ് തറാവീഹ് എന്ന് പറയുമ്പോൾ 2 നിബന്ധനകളാണ് അവിടെ പ്രവാചകൻ നമുക്ക് നൽകിയത്. 1, പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം. 2, തികച്ചും സൃഷ്ടാവായ റബ്ബിൻ്റെ പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ സമയമാകുന്ന സുബഹി വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ സമയമുള്ള ഒരു നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ഒരാൾ എപ്പോഴാണോ ഇശാ നമസ്കരിക്കുന്നത്, ആ ഇശാ നിസ്കരിച്ചാൽ ഉടനെ സമയം ആകുന്ന നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയ്ക്കും ജമാഅത്തായിട്ടും ഒക്കെ നിസ്കരിക്കാം. ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് വളരെ പ്രതിഫലാർഹമായിട്ടുള്ളത്. ഇനി ജമാഅത്തിന് പോകാൻ കഴിയാത്തവർക്ക്, ജമാഅത്ത് നിസ്കാരം നിർവഹിക്കാൻ സാധിക്കാത്തവർക്ക്, സുഖമില്ലാത്ത ആളുകളൊക്കെ കാണും, അവർക്കൊക്കെ, നമ്മുടെ സഹോദരിമാർക്കൊക്കെ വീടുകളിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാം, പ്രശ്നമില്ല. ഇനി നമ്മുടെ വീടുകളിൽ മക്കളും മരുമക്കളും ഒക്കെയുള്ള എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടും അൽഹംദുലില്ലാഹ് നമുക്ക് തറാവീഹ് നമസ്കാരം നിർവഹിക്കാം. ഇവിടെ നമ്മൾ വീടുകളിലൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മനസ്സിലാക്കണം, മഹത്തായ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾ, ആണുങ്ങളും പുരുഷന്മാരും സ്ത്രീകളും കൂടി നമസ്കരിക്കുമ്പോൾ പുരുഷനായിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത്. അവിടെ സ്ത്രീക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റൂല. ഒരു ഉമ്മയും മകനും കൂടി നിസ്കരിക്കുകയാണ്. എന്നാൽ തന്നെയും ഉമ്മ മകൻ ഇമാമത്ത് നിന്നാൽ ശരിയാവുകയില്ല. ഭാര്യയും ഭർത്താവും കൂടി നിസ്കരിക്കുകയാണ്. ഭർത്താവിന് കുറച്ചുകൂടി വിവരം ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് ഇമാമത്ത് നിന്നാൽ ശരിയാവുകയില്ല. അത് ഫിഖ്ഹിയായ ഒരു നിയമമാണ്. പിന്നെ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടിയുള്ളത്, തറാവീഹ് നമസ്കാരം ചിലർ സുഖമില്ലാത്ത ആളുകളെ കൊണ്ട് തീരെ നമ്മൾ തറാവീഹ് നമസ്കാരത്തെ ഉപേക്ഷിച്ച് കളയരുത്. ഇത് 10 സലാമോട് കൂടിയുള്ള 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം. നമുക്കറിയാം, 10 സലാം വീട്ടി 20 റക്അത്ത് നമസ്കരിക്കണം. ഈ 2 റക്അത്ത് ഈ 2 റക്അത്തായിട്ട്. പ്രിയമുള്ളവരെ, ഇനി 20 റക്അത്ത് നമസ്കരിക്കാൻ ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ, രോഗങ്ങളോ അതുകൊണ്ട് വാർദ്ധക്യം കൊണ്ട് പ്രയാസം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കലേ 4 റക്അത്ത് നിസ്കരിച്ച് തറാവീഹിൻ്റെ കൂലി കിട്ടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും അൽഹംദുലില്ലാഹ് പല ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, 20 റക്അത്തിനും ഒരുമിച്ച് തന്നെ നിയ്യത്ത് വെക്കുന്ന ചില ആളുകൾ. പലരും സംശയങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്.
പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഓരോ ഈ 2 റക്അത്തിനും നമ്മൾ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. തറാവീഹ് എന്ന സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവർ ഇമാമോട് കൂടി എന്നുകൂടി കരുതണം, അത് നിർബന്ധമാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് അൽഹംദുലില്ലാ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമസ്കാരം നിർവഹിക്കുക. നിൽക്കാൻ കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കുക. ഇനി സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. നിൽക്കാൻ കഴിയുന്നവർ ഇരുന്ന് നിസ്കരിച്ചാലും അത് ശരിയാകും. പക്ഷേ നിന്ന് നിസ്കരിക്കുന്നതിന് പകുതി കൂലിയെ ഇരുന്ന് നമസ്കരിക്കുന്നവർക്ക് കിട്ടുകയുള്ളൂ എന്ന് മാത്രം. ഏതായാലും ശരി, കൃത്യമായിട്ട് നിയ്യത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് രാത്രിയിൽ നമ്മളൊക്കെ നിർവഹിക്കുക. തീർച്ചയായിട്ടും ഈ റമദാൻ മാസം വിട പറയുന്നതോടുകൂടി നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച സർവ്വ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് ഇൻഷാ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നിർബന്ധമാക്കട്ടെ. വീണ്ടും ഇതുപോലെയുള്ള വിലപ്പെട്ട അറിവുകളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും പരിശുദ്ധ റമദാൻ മാസമാണ്, ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ റമദാൻ അനുകൂല സാക്ഷിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.